എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാട്ട് നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ. ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് ഗോഷ്ടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്? എന്ത് മാന്യമായിട്ടാണ് അവരുടെ ഹസ്ബൻഡിനെ ആരോ കമന്റ്സിലൂടെ തെറി പറഞ്ഞതിന്റെ പേരിലാണ് ആ ഒരു വ്യക്തി വന്നിട്ട് എന്റെ ഭർത്താവിനെ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അത് അവരുടെ ഇമോഷൻസ് ആണ്. അല്ലാണ്ട് ഇവര് കാണിക്കുന്ന ഈ ഒരു കോപ്രായത്തിന് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പം റീച്ച് നന്നായിട്ട് പുറകിലോട്ട് പോയിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി റിയാക്ട് ചെയ്യണമല്ലോ ആൾക്കാർ. ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആൾക്കാരൊക്കെ കുറച്ചിട്ടുണ്ട് ഇവരുടെ വീഡിയോസ് ഒക്കെ. ഇങ്ങനെയുള്ള ഗോഷ്ടികൾ കാണിക്കുമ്പോഴത്തേക്ക് എന്തായാലും നെഗറ്റീവ് ആൾക്കാർ റിയാക്ട് ചെയ്യും. ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് റോഡിലാണ് താമസിക്കുന്നത്. ഒരു തെരുവില് അവർ ചെറുതായിട്ട് ടാർപ്പാളിനൊക്കെ കെട്ടി ഒരു വീട്ടിനകത്താണ് താമസിക്കുന്നത്. അല്ലാണ്ട് അവര് അഹങ്കാരത്തോടല്ല. ഇപ്പൊ ഒരുപാട് സഹായങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അവര് വെച്ചിട്ട് ഈ വീഡിയോ കമ്പയർ ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത്? അതൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അവര് അന്തസ്സായിട്ട്, തെരുവിലാണെങ്കിൽ കൂടി അന്തസ്സായിട്ട് മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിനിടയിൽ വന്നിട്ട് സബ്സ്ക്രിപ്ഷനിലൂടെ പൈസ ഉണ്ടാക്കി കണ്ട ആണുങ്ങളിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ നിറയെ പൈസ ഉണ്ടാക്കുന്ന നിങ്ങളെ എന്ത് ഇതിലാണ് ഇവരെ വെച്ച് താരതമ്യം ചെയ്യാനുള്ളത്? എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഒന്നുമില്ല. എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാട്ട് നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ നിങ്ങൾ തായോളി മൈരേന്ന് വിളിക്കേ. ഇനി വിളിച്ചാ വിവരം അറിയും. ഞങ്ങളെ കുറിച്ച് അറിയില്ല. നിങ്ങളില്ലല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തട്ടി മാറ്റി. உடம்புல கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும். ஆனா உயிர் இருக்கடலே. പക്ഷേ അവര് അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. അന്തസ്സായിട്ട് ജോലി എടുത്താണ് ജീവിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കുറെ സ്ത്രീകളുണ്ട്, തുണി ഉരിഞ്ഞ് മാത്രം കാണിച്ച് ആൾക്കാരിൽ നിന്ന് പൈസ സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളും കൂടിയാണ് ഇപ്പൊ നിങ്ങളും. ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തൊരു കാര്യമാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ. അത് വെച്ചിട്ട് എങ്ങനെ തോന്നി അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട്? ഹായ് ഫ്രണ്ട്സ്, എന്ത് മനുഷ്യന്മാരാണല്ലേ. ഞങ്ങള് എത്രത്തോളം നല്ല വീഡിയോ ചെയ്താൽ അതിലും കുറ്റം, വീഡിയോ ചെയ്തില്ലെങ്കിലും കുറ്റം. ഇതെന്തത് വേറെ വല്ലത്? ഞങ്ങളെങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ എൻ്റെ പൊന്നു ചങ്ങാതിമാരെ. അതുമല്ല, അവരുടെ സെന്റിമെന്റ്സ് ആണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. അത് അവരുടെ ഹസ്ബൻഡിന് ഇത്രയൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡിനെ ഈ ഒരു സമൂഹത്തിലിട്ട് നാറ്റിക്കല്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കേ തിരിഞ്ഞൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക്. അവരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അവരുടെ റീൽസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യതയില്ല. കാരണം അവര് നീറ്റായിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു കുഞ്ഞ് വീടാണെങ്കിലും അവരതിനകത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോട് കൂടിയാണ് ജീവിക്കുന്നത്. നാണമില്ലല്ലോ. ഇപ്പൊ കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേരിലും മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പേരിലും പൈസ ഉണ്ടാക്കി കാണിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇപ്പം. അതിലൊരു കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയാണ് ഇപ്പൊ നിങ്ങളും പൈസയ്ക്ക് വേണ്ടിയിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അല്ലാണ്ട് മാന്യമായിട്ട് റീൽസ് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേര് കേൾക്കേണ്ടി വരുമായിരുന്നോ? ഒരിക്കലില്ല. നിങ്ങൾക്ക് എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഇപ്പൊ എന്തായാലും ഷൂട്ടൊക്കെ ഭയങ്കര കുറവായിട്ടുണ്ടോ തോന്നുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി ചിത്രം വരയ്ക്കുന്നത്. അത് കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്. അതാടാ എൻ്റെ കുട്ടിയെ, എനിക്ക് ചെറിയ കുട്ടി തന്നെയാണ്, മനസ്സിലായ? പിന്നെ എന്റെ കെട്ടിയവന്റെ മുന്നിലല്ലേ ഞാൻ കൊഞ്ചിയുള്ളൂ, നിങ്ങളുടെ മുന്നിലല്ലല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തട്ടി